ജ്യൂസ് കണ്ടു, പെട്ടെന്ന് വരച്ചു, അവരെ കൊടുത്തിട്ടെങ്കിൽ പോന്നു. അതുകൊണ്ട് അവരുടെ ഫിനിഷിങ് നമുക്ക് കിട്ടിയില്ല. കോമണാ, പണ്ട് തൊട്ടേ ഞാൻ ഉൾപ്പെടുന്ന തലമുറ തൊട്ടേ വരുന്നൊരു കാര്യമാണ് മല, സൂര്യൻ, തെങ്ങ്. എടുത്തോട്ടെ. ഇത് നമ്മൾ ഡസ്റ്റ്ബിന്നിലാണ് ഇടേണ്ടത്. ഇതെവിടെ? തേജുട്ടിയെ കൊണ്ട് ഇത് എടുപ്പിച്ചതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലാണ്. പിന്നെ തീർന്നെന്നുള്ള വിഷമമാണ്, ലിഡിയ പോകുന്ന വിഷമമാണ്. സാരമില്ല, നിങ്ങൾ നാളെ സ്കൂളിലോട്ട് ഒന്നിച്ചല്ലേ പോകുന്നത്. നമുക്ക് ലിഡിയയെ കൊണ്ട് ആദ്യം വിടാം, അതിനുശേഷം നമുക്ക് വീട്ടിൽ പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെമ്മി ആൻഡ് തേജുട്ടി ഫൺ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടോ, നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഇന്ന് തേജുട്ടിക്ക് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നമ്മുടെ പത്തനംതിട്ട കാതോലിക്ക കോളേജിൽ വെച്ച് നടക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറേ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തേജുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ലിഡിയയെ കൂടെ കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. ലിഡിയയും ചേച്ചിയും ഉണ്ട്. ലിഡിയ മാത്രമല്ല, ചേച്ചിയുടെ പേര് ലയ. അപ്പൊ എത്ര കൂട്ടുകാരിന്ന് വരുന്നുണ്ട്? അവള് വരും. പിന്നെ വേറെ അടികളൊക്കെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. പല ആളുകളും ചോദിച്ചു വീഡിയോ എടുക്കുന്ന ആരാണെന്ന്. അച്ഛനാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ? ഇതിന്റെ പുറകെ ഞാനുണ്ട്. ചേച്ചിയുടെ അച്ഛൻ സന്ദീപ്, ഞാനാ വീഡിയോ എടുക്കുന്നത്. ഹായ്. അപ്പോൾ ഇനിയും ഞാനും ഇടയ്ക്കൊക്കെ വീഡിയോ വരണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും വരും. നല്ല മഴയാ. ലിഡിയയുടെ വീട് എത്താറായി. നമ്മളെ ഏകദേശം പിന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ലിഡിയയുടെ വീട്ടിൽ ചെല്ലും അല്ലേ? ഇടയ്ക്ക് ഞങ്ങൾക്ക് വഴി എന്തോ തെറ്റിയായിരുന്നു എന്തോ. അപ്പൊ ഞങ്ങൾക്ക് ലൊക്കേഷനും കറക്റ്റ്, നെറ്റിന്റെ പ്രശ്നം കൊണ്ട് ലൊക്കേഷനും കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ അങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലോ ആയി പോയി. ഇപ്പൊ നമ്മൾ ചെല്ലാറായിട്ടുണ്ട്. ഇപ്പൊ പൊതുവെ മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തെളിഞ്ഞ അന്തരീക്ഷമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെന്നു, കൊച്ചുങ്ങൾ വിളിക്കുന്നുണ്ട്. ഹലോ. കണ്ടു മോനെ, കണ്ടു. തേജുട്ടിയാ ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. തേജുട്ടിയുടെ കൂട്ടുകാരികൾ അതുകൊണ്ട് അവിടെ നിപ്പുണ്ട്. അമ്മച്ചി അവിടെ അങ്ങ് നിൽക്കുന്നു. പിള്ളേര് രണ്ടുപേരും കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി. ലിഡിയയെ കണ്ടോ? ലിഡിയ ഇനി നാണത്തിലാ. ലിഡിയയും ചേച്ചിയും തേജുട്ടി എല്ലാം ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സ്കൂളിലും ഉള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സ്കൂളിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പൊ ലിഡിയയുടെ ചേച്ചി 8ലാണ് കേട്ടോ പഠിക്കുന്നത്. ചേച്ചിയുടെ പേരെന്തുവാ? ലയ. അപ്പൊ ഇതാണ് വിളിച്ച് നോക്കിയിരിക്കുന്ന കണ്ടോ? അറിയാവോ ചേച്ചിമാരെ? അറിയാവോ ലക്കി? അറിയാവോ? മോന്റെ അക്കയുടെ ഫ്രണ്ട്സാ. പുറത്തിരിക്കുന്ന ചേട്ടന്മാരെ എല്ലാം നോക്കുക. അതല്ലേ? ആദ്യമായിട്ടാ കാണുന്നത്. ആന്റി പ്രഗ്നന്റ് ആയ സമയത്തല്ലേ വന്നുള്ളൂ. പ്രഗ്നന്റ് ആയുള്ള സമയത്തല്ലേ വന്നുള്ളൂ. ഞങ്ങളത് പറയാതിരിക്കുവായിരുന്നേ. തേജുട്ടി പറഞ്ഞു ഞങ്ങള് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട കാര്യം അറിയത്തില്ലായിരുന്നു. പ്രാവശ്യം വന്നായിരുന്നു കേട്ടോ, തേജുട്ടിയെ കൂട്ടാതെ. അന്ന് തേജുട്ടി അമ്മ വീട്ടിൽ എന്താണ്ടായിരുന്നു? തേജുട്ടി അമ്മ വീട്ടില, എന്റെ വീട്ടിലായിരുന്നു. എന്നിട്ട് തേജുട്ടിയെ ഞാൻ അവിടെ ആക്കിയിട്ട് ഞങ്ങള് പാത്ത് വന്നായിരുന്നു. സൂപ്പറായിട്ടോ. പൂമ്പാറ്റ പോകുന്നത് അതെ. ഇനി നമുക്കെന്നാ നേരെ കോളേജിലോട്ട് പോവാം. ലക്കി ആരുടെ മടിയിലായിരിക്കുന്നേ? ലക്കി മാമ ആരുടെ മടിയിലായിരിക്കുന്നേ? അനങ്ങാതിരിക്കുന്ന കണ്ടോ? ലിഡിയ ചേച്ചി അനങ്ങാതിരിക്കുക. അക്കയുടെ ഫ്രണ്ടാ ലക്കി. ഹായ് പറ. ഹായ്. വലിയ ഹായ് ആയിരുന്നു. ഹായ്. വിശേഷം ഇല്ല. പിള്ളേര് കോമ്പറ്റീഷന് കൊണ്ടുപോയി. ഇതാരാന്നറിയാവോ? ഇത് ലിഡിയയുടെ മദറ. പിള്ളേര് പിന്നെ പോകുന്നത് നോക്കാനായിട്ട് സേഫ് ആയിട്ടാണോ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്താന്നേ. ഗൾഫിൽ നിന്ന് വിളിക്കുക. കാണത്തില്ല, ശരിക്കും കാണത്തില്ല. ലൈറ്റ് ഇട്ടേ ജുവി. ഇപ്പൊ കാണാം. എല്ലാവർക്കും കാണാവോ? ലിഡിയയുടെ മദറിനെ കാണാവോ? ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നോ?
നൈറ്റ് കഴിഞ്ഞ് വന്നായിരുന്നു. എന്തിന് നന്ദി മാത്രമേ ഉള്ളൂ ആ സിനിമയ്ക്കകത്ത് ഡയലോഗ്. എന്താടാ പകലോൻ എങ്ങനെയുണ്ട്? പകലോൻ കണ്ടോ? ആന്നല്ലേ? ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ലായിരുന്നല്ലേ? കണ്ടിട്ട് നീട്ടി വലിച്ചൊരു കമന്റ് ഇടണേ. ഇനി പകലോൻ എന്താന്ന് പറയാം. നമ്മുടെ ഒരു ചെറിയ മൂവി ഉണ്ട്, തേജൂട്ടി ചെറുതായിട്ടൊന്ന് തല കാണിച്ചിട്ടുണ്ട്. യൂട്യൂബ് ഇമോഷൻ പിക്ചേഴ്സ് മലയാള യൂട്യൂബ് ചാനലിലാണത് ഇറങ്ങിയത്. അപ്പൊ എല്ലാരും കണ്ടു. അപ്പൊ ജുവിക്ക് ഇന്നലെ ഡ്യൂട്ടി ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. കണ്ടോ, ഡ്യൂട്ടിയും കഴിഞ്ഞ് രാവിലെ എണീറ്റ് അതിരുന്ന് കാണുമായിരുന്നു. ഒത്തിരി താങ്ക്സ് എടാ. പിള്ളേരെ കൊടുക്കട്ടെ. ഈ കുഞ്ഞുങ്ങളെല്ലാം പോകുന്നുണ്ടോ? നമ്മള് കാതലിക്കറ്റ് കോളേജിലോട്ട് പോവാണ്. പടം വരയ്ക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രവാഹമാണ്. കണ്ടോ എത്ര പേരുണ്ട്. തേജുട്ടി ഇടിയാ, നമുക്ക് പ്രൈസ് കിട്ടുമെന്ന് വെച്ചല്ല നമ്മള് പോകുന്നത്. പാർട്ടിസിപ്പേഷന് വേണ്ടി മാത്രം പോവാ നമ്മള് കേട്ടോ. അങ്ങനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും ചെയ്യല്ലേ. കണ്ടോ കുഞ്ഞുങ്ങളെ കണ്ടോ? നമുക്ക് അപ്പുറത്തൊരു ഡോറുണ്ട്, അതിലേ പോകാം. ചിലപ്പോ അറിയത്തില്ല, തിരിച്ചു വരേണ്ടി വരും. അപ്പുറത്തും ചിലപ്പോ ക്ലോസ് ആണെങ്കിൽ ഇതിലേ കയറി പോകുകയുള്ളൂ രക്ഷ. കാതലിക്കറ്റ് കോളേജ് പഠിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ റാന്നി കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പത്തനംതിട്ടയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് കാതലിക്കറ്റ്. പുറകിലെ രണ്ടും കൂടെ ഇവിടെ വഴക്ക് തുടങ്ങി. ഇടയ്ക്ക് അവരെ കാണിക്കാൻ പറ്റിയില്ല. കളർഫുള്ളിൽ രണ്ടുപേരും ഇരിപ്പുണ്ട്. പത്തനംതിട്ട ടൗണ് മൊത്തം കാണാൻ പറ്റുന്നില്ല. മരമൊക്കെ നിൽക്കുന്നത് കൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഒന്നും അങ്ങനെ പറ്റത്തില്ല. മൊത്തം കാട് പോലെ കണ്ടേ. ഇല്ല, ഗ്ലാസ് തുറക്കണമായിരുന്നു. ചെറിയ മഴച്ചാറ്റലുള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. സാരമില്ല, ഇറങ്ങാനുള്ള ഇതിൽ നിന്നോണേ. അതുകൊണ്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങാനുള്ള രീതിയിൽ ബാഗൊക്കെ എടുത്തോണേ. തേജുട്ടി ബാഗൊക്കെ എടുത്തിട്ടൊക്കെ ഇറങ്ങി. ഒരു മിനിറ്റ് അടിച്ചുണ്ടല്ലോ. ഇവിടെ ഭയങ്കര തിരക്കല്ലേ? ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറത്തെ തിരക്ക്. കണ്ടില്ലായിരുന്നല്ലോ. ഇതുപോലെ ഫോം കിട്ടി. 20 രൂപ നമ്മൾ അവിടെ കൊടുക്കണം. ഇത് തേജുട്ടിയുടെ കൂട്ടുകാരിയാണ് ഷിഫ. മോളുടെ പേരെന്തുവാ? ജുവലും ഷിഫ, തേജസ്വിനി, ലിഡിയ എല്ലാരും വന്നിട്ടുണ്ട്. ഭയങ്കര ബഹളമായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് പറയാൻ പറ്റാത്ത അത്ര തിരക്കായിപ്പോയി. അപ്പോൾ ആദ്യം ഒരു സെക്ഷനിൽ ആദ്യം കയറിയ പിള്ളേർ ഇപ്പം ഡ്രോയിങ് ചെയ്യുകയാണ്. തേജൂട്ടിയൊക്കെ അത് ഇടിച്ച് തള്ളി കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി അടുത്ത സെക്ഷൻ വരുമ്പോഴായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പുറത്ത് നിൽക്കുവാണ്. പിള്ളേരിങ്ങനെ ഓടിച്ചാടിയൊക്കെ വരുന്നുണ്ട്. അപ്പം അവരും അപ്പുറത്ത് മാറി നിന്ന് കളിക്കുക, ഇപ്പുറത്ത് മാറി നിന്ന് കളിക്കുകയൊക്കെയാണ്. അതുകൊണ്ട് അതുപോലെ ഒത്തിരി പിള്ളേർ പുറത്തുണ്ട്. ഇനി 2ആയിട്ടാണോ 3ആയിട്ടാണോ എത്ര പ്രാവശ്യം ഉണ്ടെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ഭയങ്കര തിരക്കായിരുന്നു. അമ്മ പിടിച്ചോളാടാ, അമ്മ താഴെ ഇടല്ലേ. ലേ ചേച്ചി ലക്കി എടുത്തോണ്ട് വരുന്നുണ്ട്. ബിസ്ക്കറ്റ് കിട്ടിയോ? ആണോ ലക്കി? ഇപ്പൊ എന്റെ ടിന്നിനെ അമ്മച്ചിട്ട് അറിയാമോ ബിസ്ക്കറ്റ്? അമ്മച്ചിട്ട് അറിയാമോ ബിസ്ക്കറ്റ്? ഒന്നും എഴുതരുത്, പടം വരയ്ക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. സീലടിക്കാത്ത മറുവശത്ത് വേണം നിങ്ങൾ വരയ്ക്കാൻ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഇവിടെ കിടന്ന ഇതാണ് ഇവിടെ ആരെങ്കിലും ആണെന്ന് ചോദിക്കണം കേട്ടോ. ഇവിടെ വെച്ചിട്ടുണ്ട് കാണിക്കണ്ട, ഇങ്ങനെയാണ് വരേണ്ടത്, അങ്ങനെയാണ് വരേണ്ടത്, ആ കളർ കൊടുക്കുക, ഈ കളർ കൊടുക്കുക തുടങ്ങിയ ഉപദേശങ്ങളൊന്നും മുന്നോട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ പറഞ്ഞു
ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ജീവിതത്തിൽ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കണം. ആ പടം വരയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പേപ്പർ കിട്ടാനുണ്ടല്ലേ? ഇതിനകത്ത് നിങ്ങൾക്ക് വരച്ചു തുടങ്ങാം. 2:48 സമയം. തുടങ്ങാം. എല്ലാവർക്കും വരച്ചു തുടങ്ങാം. ബോർഡർ വരയ്ക്കണമില്ല എന്നുള്ളത് വരയ്ക്കുന്നവരുടെ ഇഷ്ടം അനുസരിച്ചാണ്. നിങ്ങളുടെ പടം എങ്ങനെ മനോഹരമാക്കാൻ നിങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ മറ്റു നിയമങ്ങളൊന്നുമില്ല. A26N4365. നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലാത്തവരുടെ വരയ്ക്കുന്നുണ്ട്. അത് വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം ആ സ്ലിപ്പ് പിൻ ചെയ്തുകൊണ്ടേ വരാവൂ. പിൻ ചെയ്യാൻ വന്ന് പോകണം. വളരെ കോമഡി പരമായിട്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ഡ്രോയിങ്. 2 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഭയങ്കര തിരക്ക്. ഇവിടെ ആകെ എക്സ്പെക്റ്റ് ചെയ്തത് 500 പേരെയാണ്. എന്നാൽ ഇവിടെ മൊത്തം 800. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 1300 അപ്പം പിള്ളേരെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കാനൊക്കെ ഇച്ചിരി സമയമെടുത്തു. ഏകദേശം 2:40 കഴിഞ്ഞപ്പോഴത്തേനാണ് ഇവിടെ ഒന്ന് സെറ്റായത്. അതിനുശേഷം 2 മണിക്കൂർ അവർക്ക് സമയം ഉണ്ടായിരുന്നേ. ആദ്യം രണ്ടുപേരും പതുക്കെ പെൻസിലും കൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. നമുക്ക് മേളിൽ ബാൽക്കണി നിന്നാൽ കാണാൻ പറ്റുമായിരുന്നേ. അത് എപ്പോഴാണ് കാണിച്ചേ? സമയം തീരാറായെന്നല്ല കാണിച്ചേ. പിള്ളേരെല്ലാം പോകാൻ തുടങ്ങി. അപ്പോഴും പെൻസിലും കൊണ്ട് ഇങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കുന്നേ ഉള്ളേ. അത് കഴിഞ്ഞിട്ട് സമയം തീരാറായി, പെട്ടെന്ന് ചെയ്യുമെന്ന് പറയുകയും അപ്പുറത്തെ ജ്യൂസ് എടുക്കുന്നതാണ്. പെട്ടെന്ന് വരച്ചു, ജ്യൂസ് കണ്ടു, പെട്ടെന്ന് വരച്ചു, അവരെ കൊടുത്തിട്ടെങ്കിൽ പോന്നു. അതുകൊണ്ട് അവരുടെ ഫിനിഷിങ് നമുക്ക് കിട്ടിയില്ല. ഞങ്ങൾ എന്തായാലും ജ്യൂസ് കണ്ടു. നേരത്തെ നീ വരയ്ക്കുന്ന പോലെ ഞാനും വരയ്ക്കും. നീ വരയ്ക്കുന്ന അത് നോക്കി ഞാൻ വരയ്ക്കും. രണ്ടുപേരും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. എന്തായാലും അവരുടെ സ്നേഹത്തിന് നമുക്ക് അപ്രീസിയേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും ആളുകളുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 15-ാം തീയതി 4 മണിക്കാണ് അനൗൺസ് ചെയ്യുന്നത് റിസൾട്ട്. അപ്പം പേഴ്സണലി എല്ലാ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഫോമിനകത്ത്. അപ്പോൾ ആർക്കാണോ പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് 10,000 രൂപ, സെക്കൻഡ് പ്രൈസ് 5, തേർഡ് പ്രൈസ് 2,000 രൂപ. അങ്ങനെ ഓരോ ക്ലാസ് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തോ സെന്റ് തോമസ് എന്തോ ഒരു ചർച്ചിന്റെ ഭാഗമായിട്ട് 3-4 ജില്ലയിലെ ആളുകളുണ്ടായിരുന്നു. മഴയൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് എല്ലാവരും കൂടെ ഇവിടെ വന്ന് ആദ്യം എല്ലാവരും കുറേ പേരൊക്കെ തിരിച്ചു പോയി. കാരണം ഇവിടുത്തെ ആ തിക്കും തിരക്കും കണ്ടിട്ട് കുറേ പേര്. ഞാനും ലക്കിയും കൊണ്ട് ആദ്യം കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയ ക്യൂ നിന്നൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് ലക്കി ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ കണ്ടോ ലക്കി മോനിപ്പോൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സുഖമായിട്ടൊരു തോള് കിട്ടിയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മുടെ കുറേ കുഞ്ഞുങ്ങൾ ഷിഫ, മറ്റേ മോഡൽ ഷിഫ ജുവൽ, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? റയോണിനെ കണ്ടില്ലല്ലോ, ഡിയോണിനെ കണ്ടില്ലല്ലോ. അമ്മ കണ്ടില്ല, ഞങ്ങളെ കാണിച്ചില്ലല്ലോ. കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഇവർ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളും കുറേ ആരെയും അതുകൊണ്ട് ഇത്ര തിരക്കായതുകൊണ്ട് നമുക്ക് ആരെയും ക്ലോസ് ആയിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. എന്നാലും എല്ലാവരുടെയും ലീലാവിലാസങ്ങളൊക്കെ ഞങ്ങൾ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നല്ല രസമാണ്. ഞാൻ ബട്ടർഫ്ലൈ വരയ്ക്കാൻ തോന്നിയിട്ട് പക്ഷെ വരയ്ക്കുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം തുടച്ചുകൊണ്ടിരിക്കുക. പിന്നെ മല കോമണാ പണ്ട് തൊട്ടേ, ഞാൻ ഉൾപ്പെടുന്ന തലമുറ തൊട്ടേ വരുന്നൊരു കാര്യമാണ് മല, സൂര്യൻ, തെങ്ങ്, ഇതൊക്കെ ഇവരും കൈമോശം മറന്ന് മുന്നോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ കൂർത്തായിരിക്കും, തറയെ മുട്ടാറില്ല. മറ്റേ പുക കണ്ടായിരുന്നു, പുകക്കുഴല്. വീടിന്റെ മണ്ടേ കൂടെ പുകക്കുഴലോ. വീടിന്റെ വലിപ്പം ഇത്രേ ഉള്ളൂ, പുകക്കുഴൽ ഇത്ര പുകയായിരുന്നല്ലോ. പൊല്യൂഷൻ, വിറകടുപ്പായിരുന്നു. അങ്ങനെ അതൊരു സെൻസ് ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ കളിയാക്കിയല്ല, ഞങ്ങൾ കണ്ടു. നല്ലായിരുന്നു, വെരി ഗുഡ് ആയിരുന്നു.
മോനും വെരി ഗുഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് തേജുട്ടി. മോനും ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്ര ക്രൗഡായിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ? എൻജോയ് ചെയ്തോ? ഇവർ എൻജോയ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവരിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. കഴിച്ചായിരുന്നോ? ഭയങ്കര വശം നിന്നപ്പോഴാ ജ്യൂസ് കിട്ടി കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് തേജുട്ടി വേണ്ട എടുത്തോട്ടെ. ഇത് നമ്മൾ ഡസ്റ്റ്ബിന്നിലാണ് ഇടേണ്ടത്. ഇതെവിടെ അപ്പം എവിടെ വർക്ക് ചെയ്യുന്നതെന്നറിയാവോ? ഈ പത്തനംതിട്ട ജില്ലയിലെ മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പം കണ്ടാ തേജുട്ടിയെ ഫോൺ വിളിച്ച് ആദ്യം ചീത്ത പറയും, പിന്നെ വീട്ടിൽ വന്നിട്ട് തല്ലും. അപ്പം ഇന്നത്തെ നമുക്ക് ഇവിടുത്തെ കാര്യം കഴിഞ്ഞു. നമുക്കിനി ജസ്റ്റ് വീട്ടിലോട്ട് പോകാം. തേജുട്ടിയെ കൊണ്ട് ഇത് എടുപ്പിച്ചതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലാണ്. പിന്നെ തീർന്നെന്നുള്ള വിഷമമാണ്, ലിഡിയ പോകുന്ന വിഷമമാണ്. സാരമില്ല, നിങ്ങൾ നാളെ സ്കൂളിലോട്ട് ഒന്നിച്ചല്ലേ പോകുന്നത്. അവിടെ പോയി ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ബ്രേക്ക് ഉണ്ടല്ലോ. പോട്ടെ പോട്ടെ, സാരമില്ല. നമുക്കപ്പോൾ പോവാം. നമുക്ക് ലിഡിയായെ കൊണ്ട് ആദ്യം വിടാം. അതിനുശേഷം നമുക്ക് വീട്ടിൽ പോകാം. തരാം വാങ്ങിച്ചു തരാം. വീട്ടിലെത്താറായി. ഏത് വീട്ടിലാ? എന്നിട്ട് വിട്ടിട്ട് ഞങ്ങള് പോകാൻ തുടങ്ങുക. അപ്പൊ തേജുട്ടിക്ക് വിഷമമാണ്. തേജുട്ടി പറയുന്നുണ്ട് കുറച്ച് ദിവസം ഇവിടെ നിക്കണമെന്നോ അവിടെ നിക്കണമെന്നോ ഒക്കെ. അന്നേരമേ ലക്കി അങ്ങ് സെറ്റായി. ഞാനിന്ന് ഫുൾ ഫ്രീ ആയിരുന്നു കേട്ടോ. ലക്കി എൻ്റെ അടുത്ത് ഇരുന്നതേ ഇല്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോയിട്ട് വന്നതാ അല്ലേ? പിന്നെ ഇപ്പൊ പോകാറായപ്പോഴത്തേന് ഒരു വിഷമമുണ്ട്. ഇനി ചെന്നിരുന്ന് രണ്ടുപേരും പഠിക്കണം കേട്ടോ. EVSന്റെ എക്സാമിനുള്ള എല്ലാം പഠിക്കണേ. ആണോ? ലിഡിയ മോള് കരയാവോ? സത്യം പറ. ഒന്നോ രണ്ടോ വല്യപ്പായും അമ്മച്ചിയൊക്കെ കണ്ണും നട്ടിരിക്കുവാ. ലിഡിയയുടെ വീടാണേലേ. എന്തോ തെരുവാവേ വഴക്കുണ്ടാക്കല്ലേ. ചേച്ചിക്ക് പോയിരുന്ന പഠിക്കാനൊക്കെ ഉള്ളതാ. എന്തോ ജസ്റ്റ് കേറിയിട്ട് ഓടി ഇറങ്ങാം. എടുക്കണോ? പിള്ളേരെ വീട്ടിൽ കൊണ്ട് വിടാനായിട്ട് പോവാ. ലക്കെ ഇട്ടിട്ട് പോകാൻ എല്ലാവർക്കും ഒരു വിഷമം. ലക്കയ്ക്ക് വിഷമം ഉണ്ടോ ലക്കെ? ഇല്ല, എനിക്ക് വിഷമമില്ല. മുറ്റത്ത് വരെ കൊണ്ടുപോയിട്ട് ഓടി വാ. എക്സ്ട്രാ ബ്രഷൊക്കെ അതൊന്നായാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ബ്രഷൊക്കെ സെയിം മതി. അപ്പൊ നമുക്കിനിപ്പാ ബായ് എടുക്ക. പാത്രം നിറങ്ങട്ടെ. ട്യൂഷന് പോകണോ ഇനി? ട്യൂഷനല്ലേ? അപ്പൊ ഞങ്ങൾ എല്ലാരും പോട്ടെ. എല്ലാവർക്കും ഒരു ബായ് ഹായ് പറഞ്ഞേ. ബായ്, ഒരു ബായ് ഹായ് പറഞ്ഞേ. ലിഡിയ കുട്ടി രണ്ട് മക്കളെ ആന്നു ഇങ്ങോട്ട് പറഞ്ഞേ. തേജു തേജു പറ ഹായ് പറ. മോനെ എന്നാ ലിഡിയ കുട്ട ടാറ്റാ. 1 വയസ്സ് 1.25 തുടങ്ങുന്നു. ചേച്ചിക്കും ടാറ്റ കൊക്കെ നിൽക്കുമായിരുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ് പറ.
ടാറ്റ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി. ബൈ. ഇന്ന് ഞാൻ പറയാം ഷൂ.